സെയ്യൂണിനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഹാദിൻ പറയുന്നത് ഇല്ല, എനിക്കറിയത്തില്ല, ആ പേര് ഞാൻ കേട്ടിട്ടില്ല. ആരാണെന്ന് പറയാമോ? ഫേമസ് ആണോ? ആക്ട്രസ് ആണോ? ചിലപ്പോൾ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ടാവാം, മറന്നുപോയതായിരിക്കാം, എനിക്ക് അത്ര നല്ല മെമ്മറി ഒന്നുമില്ല, ഒരു ക്ലൂ തന്നാലല്ലേ എനിക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറയും. ഇവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിന്നിട്ട് ഇയാൾ എപ്പോഴാണ് ബാലെ കളിക്കുന്നത് നിർത്തിയതെന്ന് ചോദിക്കും. അത് ഞാൻ കോളേജിലായപ്പോൾ ഫസ്റ്റ് ഇയറിലായപ്പോഴാണ്, അന്നേരം എനിക്കൊരു ആക്സിഡന്റ് പറ്റി, അതിനുശേഷം ആംഗിൾ ഇഞ്ചുറി വന്നു, അതുകൊണ്ടാണ് അത് ഉപേക്ഷിക്കേണ്ടി വന്നത്. എന്തിനാണ് ഇപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കുന്നത്? എന്തെങ്കിലും കാര്യം കാണുമല്ലോ, എന്താണെന്ന് എന്നോട് പറയൂ, എങ്കിലല്ലേ എന്താണെന്ന് എനിക്ക് മനസ്സിലാകത്തുള്ളൂ എന്ന് പറയും. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമില്ല, എന്തായാലും ഇയാളെ കൊണ്ടുവിടാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് പറയും. ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിക്കാണ് ഇവൻ സംസാരിക്കുന്നത്. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ഹാദിൻ അവനോട് പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇയാളെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന്. അങ്ങനെ അവളാണ് ഡ്രൈവ് ചെയ്ത് ആങ്കർലിയുടെ വീട്ടിലേക്ക് പോകുന്നത്. അവിടുന്ന് അവള് ഹാക്കിങ്ങിനെ വിളിച്ചു വരുത്തും. ഇന്ന സ്ഥലത്തേക്ക് വരണം എന്ന് പറയും. റീസൺ ഒന്നും പറയത്തില്ല. ഹാക്കിങ്ങിന് സ്ഥലം ഏതാണെന്ന് അറിയത്തില്ല, ആങ്കർലിയുടെ വീടാണെന്ന് പറഞ്ഞിട്ടാണ് ഹാദിൻ യാത്ര പറഞ്ഞിട്ട് പോകുന്നത്. നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്നൊക്കെ കാറിൽ കയറാനായിട്ട് പോകുമ്പോഴത്തേക്കിനും ഹാക്കിങ് ചോദിക്കുന്നത് ജംഗ്ഹുണ് കേൾക്കാം. ഞാൻ ആങ്കർലിയെ ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവിട്ടാണെന്ന് ഇവള് പറയുമ്പോഴത്തേക്കും അതെന്താ ആങ്കർലിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയത്തില്ലേ എന്ന് ഹാക്കിങ് ചോദിക്കും. ഇപ്പൊ സംസാരിക്കേണ്ട, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഹാദിൻ ഹാക്കിങ്ങിനെ വിളിച്ചോണ്ട് പോകുന്നത്. ജംഗ്ഹൂൺ ആണെങ്കിൽ ഒരു ഷോക്ക്ഡ് എക്സ്പ്രഷനോടുകൂടി ഹാദിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. കാറിൽ കയറിയിട്ട് ഹാദിൻ നോക്കുന്നുണ്ട്, ഇവൻ അങ്ങനെ തന്നെ സ്റ്റക്കായിട്ട് നിന്ന് ഇവിടെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണും. ഹാദിന്റെ മാനേജർ മാത്രമല്ല, സ്വന്തം അനിയത്തി കൂടിയാണ് ഹാക്കിങ്. ഇന്നലെ പറ്റിയത് എന്താണെന്ന് അവൾ വീണ്ടും ചോദിക്കുമ്പോഴേക്കും ഞാൻ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് നിന്നോട് പറയുന്നത്, ഞാൻ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു, അത് അന്നേരം തന്നെ എന്നെ റിജക്ട് ചെയ്തു, അതിനുശേഷം ഞാൻ വീട്ടിൽ കൊണ്ടുവിട്ടു, അത്രേ സംഭവിച്ചുള്ളൂ, അവിടെ നിന്നാണ് നീ എന്നെ വിളിച്ചോണ്ട് വന്നതെന്ന് പറയും. അത് തന്നെ എനിക്ക് മനസ്സിലാകാത്തത്, ആദ്യമായിട്ടാണ് ഹാദിൻ അങ്ങോട്ടേക്ക് പ്രപ്പോസ് ചെയ്തിട്ട് ഒരാള് അപ്പൊ തന്നെ റിജക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരാളെ എന്തിനാണ് വീട്ടിലേക്ക് കൊണ്ടുവിട്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഹാക്കിങ്ങിന് ദേഷ്യമാണ്. എന്നിട്ട് ഇവള് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകും. ഹാക്കിങ് രാവിലെ ആ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ഹാദിന്റെ കാറൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്നിട്ട് പാത്രം എടുക്കാൻ തുടങ്ങുന്നതാണ് സെയ്യൂൺ എന്ന് പറഞ്ഞ ഒരു ആളെ അറിയാമോ എന്ന് ഹാദിൻ ചോദിക്കുന്നത്. പെട്ടെന്ന് ആ പേര് കേട്ട ഷോക്കില് കയ്യിൽ നിന്ന് പാത്രം താഴെ പോകും. അപ്പൊ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ഹാദിൻ ഹാക്കിങ്ങിന്റെ അടുത്തേക്ക് വരും. ഇവളിങ്ങനെ ചോദിക്കും, എന്ത് പേരാ പറഞ്ഞതെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ടേ. സെയ്യൂൺ, എനിക്ക് അങ്ങനെ ഒരാളെ അറിയത്തില്ല, നിനക്കറിയാമോ എന്ന് ചോദിക്കും. എനിക്കും അറിയത്തില്ല, എന്താ ഇപ്പോ ആ പേര് ചോദിക്കാൻ കാരണം എന്ന് ഇവള് തിരിച്ചു ചോദിക്കും. ജംഗ്ഹൂൺ ഇന്നലെ എന്നോട് ഇങ്ങനെ ഒരാളെ അറിയാമോ എന്ന് ചോദിച്ചു, എന്താ കാര്യം എന്ന് പറഞ്ഞില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ മുതൽ ഹാക്കിംഗ് ഡിസ്റ്റർബ്ഡ് ആവും. കുറെ കഴിഞ്ഞ ഹാക്കിംഗ് അകത്ത് പോയി രഹസ്യമായിട്ട് മാറ്റി വെച്ചിരുന്ന ഒരു ബോക്സ് തുറന്നു നോക്കും. അതിൽ നിറച്ചും ഹാദിന്റെയും സെയ്യൂണിന്റെയും ഫോട്ടോസ് ആണ്. അവർ ചെറുതിലേ മുതൽ ഫ്രണ്ട്സ് ആയിരുന്നു, ഒന്നിച്ചാണ് പ്രാക്ടീസിനൊക്കെ പൊക്കോണ്ടിരുന്നത്, ഒരേ സ്കൂളിലായിരുന്നു, ക്ലാസ് കട്ട് ചെയ്യാനും ഫുഡ് കഴിക്കാനും സൈക്ലിങ്ങിനും ഏത് കാര്യത്തിനും രണ്ടുപേരും എപ്പോഴും ഒരുമിച്ച് തന്നെയായിരുന്നു. മൂവി പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഹാദിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുകയാണ്. അവളോട് മൂവിയെ പറ്റിയൊക്കെ ചോദിക്കും, നന്നായിട്ട് ഓടുന്നുണ്ടല്ലോ, അതിൽ ഹാപ്പി ആണോ എന്നൊക്കെ ചോദിക്കും. അതിനുശേഷം ഒരു സോങ് പ്ലേ ചെയ്യാനായിട്ട് അവളോട് ചൂസ് ചെയ്യാനായിട്ട് പറയും. അവള് പറയുന്ന സോങ് ആണ് പ്ലേ ചെയ്യുന്നത്. അത് കേട്ടോണ്ടാണ് ജംഗ്ഹൂൺ അവിടേക്ക് വരുന്നത്. സെയ്യൂണായിട്ട് ഒരു കഫേയിൽ പണ്ട് ഡേറ്റ് ചെയ്തോണ്ടിരുന്നപ്പോൾ മീറ്റ് ചെയ്യുമ്പോൾ ഇതേ പാട്ട് കേൾക്കുന്നുണ്ട്. സെയ്യൂൺ അവനോട് പറയുന്നുണ്ട്, എനിക്ക് ഈ പാട്ട് ഇഷ്ടമാണ്, ആദ്യമായിട്ട് ഈ പാട്ട് എനിക്ക് കേൾപ്പിച്ചു തന്നത് ഹനയാണ്, ഞാനും ഹനയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, പണ്ട് മുതലേ ഞങ്ങൾ ഒരുമിച്ചാണ്, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തത് ഒന്നിച്ചാണ്, ബ്ലൈൻഡ് ഡേറ്റിന് വരെ ഞങ്ങൾ ഒന്നിച്ച് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷമായിട്ടാണ് അവളെ പറ്റി പറയുന്നത്. പക്ഷെ ലാസ്റ്റ് പറഞ്ഞു നിർത്തുന്നത് ഒരു സങ്കടത്തോടെയാണ്, ഒരു എക്സ്പ്രഷനോട് കൂടിയാണ്. അടുത്ത വർഷമെങ്കിലും നമുക്ക് രണ്ടുപേർക്കും കൂടി അവളെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റണേന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് പറയുന്നത്. പല രീതിക്ക് ഹാദിൻ സെയ്യൂണിനെ ഓർമ്മിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അവന് സംശയം തീർക്കാൻ വേണ്ടിയിട്ട് സെയ്യൂണിന്റെ ഒരു ഫാമിലി മെമ്പറുമായിട്ട് അവൻ മീറ്റ് ചെയ്യും. ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്, ഫ്യൂണറിന് ശേഷം നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു, സെയ്യൂണിന്റെ ഫ്രണ്ട് ഹനയെ പറ്റിയാണെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ലേ? സംശയം ശരിയാണ്, ഹന തന്നെയാണ് ഹാദിൻ. ചെറുതിലെ നമുക്ക് നിക് നെയിംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹനാന്നും യോങ്ങുമാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇവര് രണ്ടുപേരും ഒരാള് തന്നെയാണെന്ന് അവർ പറയുന്നുണ്ട്. ലൈവായിട്ട് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുവാണ് ജംഗ്ഹൂൺ. അപ്പൊ ഇതൊക്കെ ഓർത്തോണ്ടാണ് അവൻ ഹാദിനെ ഇങ്ങനെ നോക്കുന്നത്. അവൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരാളെ അറിയത്തില്ല, അങ്ങനെ ഒരു പേരെ കേട്ടിട്ടില്ല എന്നാണല്ലോ അവള് പറഞ്ഞത്. ഇവള് പെട്ടെന്ന് നോക്കുമ്പോൾ ഇവൻ പുറത്തുനിന്ന് നോക്കുന്നത് കാണും. ഇന്റർവെല്ലിൽ തന്നെ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവൾ എഴുന്നേക്കും. അവന്റെ അടുത്തേക്കാണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ അവൻ അവിടുന്ന് മാറിക്കളയും. ഹാദിൻ വന്ന് നോക്കുമ്പോൾ ആങ്കർ ലീ അവിടെ ഒന്നും കാണത്തില്ല. തിരിച്ചു വരുന്നുണ്ടേ ഹാക്കിങ്ങിന്റെ അടുത്ത് ഹാദിൻ പറയും, ഞാൻ മേളി വരെ പോയിട്ട് വരാന്ന്. അപ്പൊ ഞങ്ങളുടെ മീറ്റ് ചെയ്യാനാണ് പോകുന്നതെന്ന് ഹാക്കിങ്ങിന് മനസ്സിലാവും. ഞാൻ നേരത്തെ കണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ടേ. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ചെന്ന ആർക്കായാലും ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് പോകണ്ടെന്ന് പറയും. അന്നേരമാണ് ജംഗ്ഹൂണിന്റെ ജൂനിയർ അവിടേക്ക് വരുന്നത്. ഹാദിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കിനും ഫാനാണെന്ന് വിചാരിച്ചിട്ട് ഹാക്കിങ് തടയും. ഹാദിന് അവന് മനസ്സിലാവും വിഷ് ചെയ്യും.
അപ്പം അവൻ പരിചയപ്പെടുത്തും, ഞാൻ റിപ്പോർട്ടർ ജോയ് ആണ്, നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, ഇന്റർവ്യൂവിന് മുമ്പേ സംസാരിക്കുകയും ചെയ്തായിരുന്നു, നേരിട്ട് കണ്ട് സംസാരിച്ചായിരുന്നു, ഓർമ്മയില്ലേന്ന് ചോദിക്കും. സാധാരണ ഞാൻ എല്ലാവരെയും ഓർക്കുന്നതാണ്, ഇയാളെ എന്തോ ഇയാളുടെ മുഖം കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹാക്കിംഗ് പറയും. ഏത് പ്രോഗ്രാമിലാണ് ഇയാൾ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ന്യൂസ് ലൈവിലാണെന്ന് പറയും. അപ്പം ജംഗൂണിന്റെ കൂടെയാണെന്ന് ഹാക്കിങ്ങിന് മനസ്സിലാവും. അങ്ങനെ ഹാക്കിൻ ചോദിക്കും ജംഗൂൺ മേളിലെ ഓഫീസിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, പുറത്തേക്ക് പോയി എന്ന് ഇവൻ മറുപടി പറയും. ജംഗൂൺ വരുന്നത് ടെയൂണിനെ കാണാനായിട്ടാണ്. ടെയൂൺ അന്നേരം തന്നെ അവിടുത്തെ സ്റ്റാഫിനെ മുഴുവൻ പറഞ്ഞു വിടും. അവൻ ആ ഏരിയയിലെ ഏറ്റവും വലിയ സൈക്കാട്രിക് ക്ലിനിക്ക് നടത്തുവാണ്. എന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നിന്നെ വിളിച്ചിട്ട് എന്റെ കോള് പോലും നീ അറ്റൻഡ് ചെയ്തില്ലല്ലോ എന്ന് ടെയൂൺ ചോദിക്കുന്നുണ്ടേ. എനിക്ക് ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നിനക്ക് ഹാദിനെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു. അത് കള്ളാണെന്ന് എനിക്കറിയാം. ഹാദിൻ സെയൂണിന്റെ ഫ്രണ്ട് ആയിരുന്നെന്ന് നിനക്കറിയാം. പക്ഷേ ഹാദിന് സെയൂണിനെ ഓർമ്മയില്ല. എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയാനായിട്ട് പറയും. നിനക്ക് എന്തോ സത്യം അറിയാം, എനിക്കത് അറിയത്തില്ല, അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. സെയോൺ മരിച്ച് 2 മാസം കഴിയുമ്പോഴാണ് ഹാദിന്റെ അമ്മ എന്നെ കാണാനായിട്ട് വരുന്നത്. ആദ്യം അവർ ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അവളുടെ ഡോക്ടറായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ഹാദിനെ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ അന്നത്തെ നിന്റെ അവസ്ഥ എനിക്ക് ഓർമ്മ വന്നു. അതുപോലെ തന്നെയായിരുന്നു ഹാദിനും. സെയും മരിച്ചുപോയി, എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല, എനിക്കൊന്നും ചെയ്യണ്ട, ഞാൻ എക്സിസ്റ്റ് ചെയ്തില്ല എന്നുള്ള രീതിക്ക് ഡിസപ്പിയർ ആകാനായിട്ട് എനിക്ക് തോന്നുന്നു എന്നൊക്കെയാണ് ഡോക്ടറിനെ കാണാൻ വരുമ്പോൾ ഹാദിൻ പറയുന്നത്. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. നേരെ ഫുഡ് കഴിക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു, ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് കൊളാപ്സ് ചെയ്യുമായിരുന്നു, അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആവുമായിരുന്നു, ഒരു എം ടി ഷെല്ല് പോലെ ആയിട്ടുണ്ടായിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഞാൻ അവളോട് നമുക്ക് ബൈസൈക്കിൾ റൈഡ് ചെയ്യാൻ പോയാലോ, അറിയാമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും തിരിച്ച് എന്നോട് പറഞ്ഞത് എനിക്ക് കുറച്ചു നേരം ഉറങ്ങണം എന്നാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ആവശ്യം പറയുന്നത്. അത് നല്ലൊരു മാറ്റമായിട്ട് എനിക്ക് തോന്നി. ഒരു പോസിറ്റീവ് സൈൻ ആയിട്ട് കണ്ടിട്ട് ഞാൻ സ്ലീപ്പിംഗ് പിൽസ് പ്രിസ്ക്രൈബ് ചെയ്തു കൊടുത്തു. എന്നാൽ ഹാദിൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ലായിരുന്നു. അവളത് ഓവർഡോസ് ആയിട്ട് കഴിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് ചെയ്തത്. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കൂടെ കുറെ ദിവസം പോയതിനു ശേഷമാണ് അവൾക്ക് ബോധം വന്നത്. ബോധം വന്നതിന് ശേഷം അവൾ കംപ്ലീറ്റ്ലി വേറൊരാളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ അവളുടെ ബോഡി കണ്ടുപിടിച്ച ഒരു മാർഗമായിരുന്നിരിക്കാം ആ ഒരു മറവി. ആദ്യം അവൾക്ക് എല്ലാം കൺഫ്യൂസിങ് ആയിരുന്നു. നല്ല മെമ്മറീസ് മുഴുവൻ ഡാർക്ക്നെസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ പേഷ്യൻ ചാർട്ടിന്റെ കൂട്ടത്തില് സെയുടെ കൂടെ ഹാദിന്റെ കൂടെയുള്ള ഫോട്ടോ, രണ്ടുപേരുടെയും കൂടെ ഉള്ള ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് ആങ്കർ ലീക്ക് കാണിച്ചു കൊടുക്കും. ഇനി ഈ ഒരു ഫോട്ടോ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാ ഫോട്ടോസും ഹാദിന്റെ ഫാമിലി നശിപ്പിച്ചു കളഞ്ഞു. കാരണം സെയുടെ ഓർമ്മിപ്പിക്കുന്നൊന്നും ആ വീട്ടിൽ ഉണ്ടാകാനായിട്ട് പാടില്ല എന്ന് അവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു എന്റെയും ചോയ്സ്. കാരണം എല്ലാവർക്കും ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യണമല്ലോ, അതിന് ഏറ്റവും നല്ല മാർഗം അത് തന്നെയായിരുന്നു എന്ന് പറയും. പോകാൻ ഇറങ്ങുന്ന തന്നെ ഇനി എന്ത് ചെയ്യാനാണ് ഉദ്ദേശം എന്ന് ടെയൂൺ ജംഗൂണിന്റെ അടുത്ത് ചോദിക്കും. ജീവിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മകൾ മായ്ക്കേണ്ടി വന്ന ഒരാളുടെ അടുത്ത് ഞാൻ എന്ത് പറയാനാണെന്ന് ഇവൻ തിരിച്ചു ചോദിക്കും. കുഴപ്പമില്ല, 2 ആഴ്ച കൂടിയല്ലേ ഉള്ളൂ, സ്കാൻഡലിന്റെ പ്രശ്നങ്ങളൊക്കെ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ബ്രേക്കപ്പ് ആയി ന്യൂസ് വരുമ്പോഴത്തേക്കും തീരുമല്ലോ, അതിനുശേഷം നിനക്ക് ഹാദിനെ കാണേണ്ടി വരത്തില്ലല്ലോ, അതുകൊണ്ട് കൂടുതൽ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടെന്ന് ടെയൂൺ പറയും.